വിമാനയാത്രയിൽ ചരിത്രം സൃഷ്ടിച്ച ഒരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. നിലം തൊടാതെ 24 മണിക്കൂർ പറന്ന ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ ക്വാണ്ടസിന്റെ എയർബസാണ് ചരിത്രമായി മാറിയത്. ക്വാണ്ടസിന്റെ സ്വപ്ന പദ്ധതിയായ പ്രോജക്ട് സൺറൈസിന്റെ ഭാഗമായാണ് ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്ന് ഫ്രാൻസിലെ ടുളൂസ് താവളത്തിൽ വിമാനം പറന്നിറങ്ങിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ രണ്ടാമതായി ട്രാക്ക് ചെയ്ത ആ വിമാനയാത്രയുടെ സ്വപ്നയാത്രയെക്കുറിച്ച് കൂടുതൽ അറിയാം. വിമാനയാത്രയുടെ ചരിത്രത്തിൽ ഒരു പുതുചരിത്രം കുറിച്ചിരിക്കുകയാണ് ഖാൻഡസ് കമ്പനി. പ്രത്യേക മാറ്റം വരുത്തിയ ഖാൻഡസിന്റെ എയർബസ് A350-1000 ULR വിമാനം നിലം തൊടാതെ 24 മണിക്കൂർ പറന്നാണ് വ്യോമയാന ചരിത്രത്തിൽ വിസ്മയമായിരിക്കുന്നത്. പ്രതിസന്ധികൾ പലതും മറികടന്നാണ് ഈ റെക്കോർഡ് നേട്ടം. ഓസ്ട്രേലിയയിലെ മെൽബണിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഫ്രാൻസിലെ ടുളൂസിൽ ഇറങ്ങിയപ്പോൾ അത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ആകാശയാത്രയായി. വ്യോമയാന പ്രേമികൾ ഫ്ലൈറ്റ് റഡാർ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിലൂടെ ഈ യാത്ര ട്രാക്ക് ചെയ്തു. 2027ഓടെ ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തു നിന്നും ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കും നോൺ സ്റ്റോപ്പ് വിമാന സർവീസ് ആരംഭിക്കാൻ ലക്ഷ്യമിടുന്ന പ്രോജക്ട് സൺറൈസ് പദ്ധതിയുടെ ഭാഗമായാണ് ചരിത്രയാത്ര നടത്തിയത്. മെൽബണിൽ നിന്ന് ജൂലൈ 27-ന് പ്രാദേശിക സമയം വൈകിട്ട് 5:27-ന് പുറപ്പെട്ട വിമാനം ടുളൂസിലുള്ള എയർബസ് ആസ്ഥാനത്ത് ജൂലൈ 28-ന് പ്രാദേശിക സമയം 9:52-ന് നിലത്തിറക്കി. ട്രാക്കിംഗ് വിവരപ്രകാരം അപ്പോഴേക്കും വിമാനം 24 മണിക്കൂർ 24 മിനിറ്റ് തുടർച്ചയായി സഞ്ചരിച്ചിരുന്നു. പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ അമേരിക്കയും കാനഡയും കടന്ന് അറ്റ്ലാന്റിക്കിന് കുറുകെ തെക്കൻ ഫ്രാൻസിൽ നിലത്തിറങ്ങുമ്പോഴേക്കും വിമാനം 23,075 കിലോമീറ്റർ ദൂരവും താണ്ടിയിരുന്നു. ലാൻഡിംഗ് സമയത്ത് 1,20,000-ഓളം ആളുകൾ ഫ്ലൈറ്റ് റഡാർ 24 വെബ്സൈറ്റിലൂടെ വിമാനത്തെ തത്സമയം നിരീക്ഷിച്ചിരുന്നു. ഫ്ലൈറ്റ് റഡാർ 24ന്റെ കണക്കുപ്രകാരം 3.6 മില്യൺ ആളുകൾ ട്രാക്ക് ചെയ്ത ഈ യാത്ര ഏറ്റവും കൂടുതൽ പേർ ട്രാക്ക് ചെയ്ത രണ്ടാമത്തെ യാത്ര എന്ന റെക്കോർഡും നേടി. എലിസബത്ത് രാജ്ഞിയുടെ ശവമഞ്ചവുമായി യാത്ര ചെയ്ത വിമാനമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പേർ ട്രാക്ക് ചെയ്ത വിമാനം. ടുളൂസിലെത്തിയ വിമാനം ലാൻഡ് ചെയ്യുന്നതിന് മുൻപ് ഗോ അറൌണ്ട് പ്രകടനവും നടത്തി. വിമാനം ലാൻഡ് ചെയ്യാൻ റൺവേയിലേക്ക് താഴുന്നതിന് ശേഷം സുരക്ഷിതമായ സാഹചര്യം അല്ലെങ്കിൽ വിമാനത്തെ വീണ്ടും പറന്നുയർത്തുന്നതാണ് ഗോ അറൌണ്ട് എന്ന് പറയുന്നത്. 8 എയർബസ് ടെസ്റ്റ് ക്രൂ അംഗങ്ങളും ഖാൻഡസ് കമ്പനിയിലെ പൈലറ്റുമാരും 2 എയർബസ് എഞ്ചിനീയർമാരും ഉൾപ്പെടെ 12 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പസഫിക്കിന് മുകളിലൂടെ അമേരിക്കയും കാനഡയും പിന്നെ അറ്റ്ലാന്റിക്കിന് മുകളിലൂടെ ടുളൂസിൽ ലാൻഡ് ചെയ്യുന്നതിനിടെ 3 ഭൂഖണ്ഡങ്ങളും 2 സമുദ്രങ്ങളും 2 സൂര്യാസ്തമയവും 2 സൂര്യോദയവും പിന്നിട്ടായിരുന്നു വിമാനം ചരിത്രത്തിലേക്ക് പറന്നിറങ്ങിയത്. 2005-ൽ 22 മണിക്കൂർ 42 മിനിറ്റ് സഞ്ചരിച്ച് ഹോങ്കോങ്ങിൽ നിന്നും ലണ്ടനിലേക്ക് പരീക്ഷണാർത്ഥം പറന്ന ബോയിംഗ് 777-200 LR വിമാനത്തിന്റെ റെക്കോർഡാണ് മറികടന്നത്. ഖാൻഡസ് എയർലൈൻസിന്റെ പ്രോജക്ട് സൺറൈസ് പദ്ധതിക്ക് നിരവധി ലക്ഷ്യങ്ങളുണ്ട്. ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തെ നഗരമായ സിഡ്നിയിൽ നിന്നോ മെൽബണിൽ നിന്നോ യാത്ര തിരിക്കുന്ന വിമാനം ഇടത്താവളങ്ങളൊന്നുമില്ലാതെ ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ ലോകപ്രശസ്തമായ നഗരങ്ങളിലേക്ക് നേരിട്ട് സർവീസ് നടത്തുകയാണ് പ്രധാന ലക്ഷ്യം. 12 വിമാനങ്ങളാണ് എയർബസ് A350 സീരീസിൽ നിർമ്മിക്കുന്നത്. ആദ്യം നിർമ്മിച്ച വിമാനത്തിന് വേഗ എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിലവിൽ ഫ്രഞ്ച് ടെസ്റ്റ് രജിസ്ട്രേഷനിൽ പറക്കുന്നുണ്ടെങ്കിലും 2027 ഏപ്രിലോടെ ഇത് ഔദ്യോഗിക ഖാൻഡസ് പട്ടികയിലേക്ക് കൈമാറും. 2027 ജനുവരിയോടെ സിഡ്നി, ലണ്ടൻ നോൺ സ്റ്റോപ്പ് സർവീസുകൾക്കായുള്ള ടിക്കറ്റ് വിൽപ്പന ആരംഭിക്കുമെന്ന് ഖാൻഡസ് അറിയിച്ചു. ദീർഘദൂര യാത്രകൾക്കായി 20,000 ലിറ്ററിലധികം ഇന്ധനം നിറയ്ക്കാവുന്ന രീതിയിൽ പ്രത്യേകം രൂപമാറ്റം വരുത്തിയ എയർബസ് A350-1000 ULR വിമാനമാണ് യാത്ര നടത്തിയത്. അൾട്രാ ലോങ് റേഞ്ചിന്റെ പരിഷ്കരിച്ച ഇന്ധന സംവിധാനം, ക്യാബിനിലെ ശബ്ദനില, വായുസഞ്ചാരം തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം എഞ്ചിനീയർമാർ പുതിയ ദൗത്യത്തിൽ വിലയിരുത്തി. ലോകത്തിന്റെ ഒരറ്റത്തു നിന്നും മറ്റേ അറ്റത്തേക്ക് നിർത്താതെ പറക്കുന്നതിനിടെ വഴിമധ്യേ ഇന്ധനം നിറയ്ക്കാതെ തന്നെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ വിമാനത്തിന് കഴിയും. വലിപ്പമുണ്ടെങ്കിലും വളരെ കുറഞ്ഞ യാത്രാ സീറ്റുകളാണ് ഇതിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ആകെ 238 യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള ഇടം മാത്രമാണുള്ളത്. അതിൽ 6 ഫസ്റ്റ് ക്ലാസ് സ്യൂട്ടുകൾ, 52 ബിസിനസ് ക്ലാസ് സീറ്റുകൾ, 40 പ്രീമിയം എക്കോണമി സീറ്റുകൾ, 140 സാധാരണ എക്കോണമി സീറ്റുകൾ എന്നിങ്ങനെയാണ് ക്രമീകരണം.
20 മണിക്കൂറിലധികം നീളുന്ന യാത്രകളിൽ യാത്രക്കാർക്കുണ്ടാകുന്ന ക്ഷീണവും അസ്വസ്ഥതകളും മാറ്റാൻ കാലുകൾ നീട്ടിവെക്കാനും വിശാലമായ ഇടം ഉറപ്പാക്കിയാണ് സീറ്റിംഗ് ക്രമീകരണം. ദീർഘയാത്രകൾ കൂടുതൽ സൗകര്യപ്രദമാക്കാൻ പ്രത്യേക വെൽനസ് സോൺ, വിശാല ക്യാബിൻ, മെച്ചപ്പെട്ട വായുസഞ്ചാര സംവിധാനം തുടങ്ങി പല സവിശേഷതകളുമുണ്ട്. പ്രീമിയം എക്കോണമി ക്ലാസുകളിലെ യാത്രക്കാർക്ക് വ്യായാമം ചെയ്യാനും സ്ട്രെച്ചിംഗ് ഹാൻഡിലുകൾ ഉപയോഗിക്കാനും സൗകര്യമുള്ളതാണ് വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്ന വെൽനസ് സോൺ. യാത്രയുടെ സമയമേഖലയുമായി പൊരുത്തപ്പെടാൻ സഹായിക്കുന്നതിനായി 12 വ്യത്യസ്ത ലൈറ്റിംഗ് മോഡുകളും ക്യാബിനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. പൈലറ്റുമാർക്കുണ്ടാകാവുന്ന ശാരീരികവും മാനസികവുമായ ക്ഷീണം ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ ക്രൂവിനെ മാറ്റും. പൈലറ്റുമാർക്ക് 4 മണിക്കൂറിന്റെ ഷിഫ്റ്റുകളായിരുന്നു ആദ്യ യാത്രയിൽ നൽകിയത്. ഓരോ 2 മണിക്കൂറിലും പൈലറ്റ് ക്രൂവിനെ പരസ്പരം മാറ്റിയിരുന്നു. മണിക്കൂറുകൾ ജോലി ചെയ്യുമ്പോൾ പൈലറ്റുമാർക്കും ജീവനക്കാർക്കും ഉറങ്ങാനും വിശ്രമിക്കാനും വിമാനത്തിനുള്ളിൽ പ്രത്യേക ക്രൂ റെസ്റ്റ് ബങ്സുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത്രത്തോളം സൗകര്യങ്ങളുള്ള വിമാനത്തിലെ ടിക്കറ്റ് നിരക്ക് എത്രത്തോളം ഭീമമായിരിക്കുമെന്നാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്.